ഒഡീഷയിലെ ഭുവനേശ്വറിൽ NGO വനിതാ പ്രവർത്തകയ്ക്കും സഹപ്രവർത്തകനും നേരെ അതിക്രൂരമായ ആൾക്കൂട്ടാക്രമണം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ച് യുവതിയെ ജനക്കൂട്ടം വിവസ്ത്രയാക്കി തല്ലിച്ചതച്ചു. സംഭവത്തിൽ ഗ്രാമവാസികളായ 21 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 16 രാത്രിയായിരുന്നു ദാരുണ സംഭവം. ഒഡീഷയിലെ കണ്ടമാൽ ജില്ലയിലുള്ള ഒരു സന്നദ്ധ സംഘടനയിലെ വനിതാ ജീവനക്കാരിയും സഹപ്രവർത്തകനുമാണ് ആക്രമണത്തിനിരയായത്. ഇവർ സ്കൂട്ടറിൽ കലഹണ്ഡി ജില്ലയിലെ രാംപൂരിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. വഴിപരിചയമില്ലാതിരുന്ന ഇവർ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ യാത്രക്കിടയിൽ വഴിതെറ്റി ഇവർ കണ്ടിലഗുഡ എന്ന ഉൾഗ്രാമത്തിൽ എത്തിപ്പെടുകയായിരുന്നു. ഗ്രാമത്തിലെത്തിയവർ വഴി ചോദിക്കാനായി വാഹനം നിർത്തി. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന കുട്ടികളോട് സംസാരിക്കുകയും കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റുകൾ നൽകുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ട ചിലർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയവരെന്ന് തെറ്റിദ്ധരിച്ച് ഗ്രാമവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം സംഘടിച്ചെത്തിയ ഗ്രാമവാസികൾ ഇവരുടെ സ്കൂട്ടർ തടഞ്ഞ് താക്കോൽ കൈവശപ്പെടുത്തി. ഇരുവരോടും തിരിച്ചറിയൽ രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യുവതി തന്റെ ഔദ്യോഗിക ID കാർഡ് കാണിച്ചെങ്കിലും അക്രമാസക്തമായ ജനക്കൂട്ടം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇരുവരെയും സംഘം ചേർന്ന് മർദ്ദിക്കാൻ തുടങ്ങി. അക്രമികൾ യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ക്രൂരമായി അപമാനിക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകനും കടുത്ത മർദ്ദനമേറ്റു. ഈ ക്രൂരത ഗ്രാമവാസികളിൽ ചിലർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാരിൽ ചിലർ ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയതും പോലീസിൽ വിവരമറിയിച്ചതും. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവർ ആശുപത്രി വിട്ടു. സംഭവത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 21 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും ആരെയും വെറുതെ വിടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.